നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ഫീലിങ്സ് നിങ്ങളോട്? എന്ത് ആക്ഷനാണ് അവർ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ചാരിയറ്റ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ടവർ കാർഡാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ആയി, ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയി എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അതിലൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇനി ഞാൻ നിന്റെ ഈ റിലേഷൻഷിപ്പിലോട്ട് വരില്ല, നിന്നിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരിക്കാം പോയിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതിലൊരു ചേഞ്ച് വരുന്നു. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള ചാൻസസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, 6 ഓഫ് സോൾസ് എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഒരു മൂവ് ഓൺ ചെയ്യുന്ന സിറ്റുവേഷൻ, ഈ ഒരു പ്രശ്നത്തിന് ശേഷം, ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെൻഡാക്കി പോയി എന്ന്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് അവർ നിങ്ങളിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് പോയതിന് ശേഷം ഒരു മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനാണ് അവർ എടുത്തിട്ടുള്ളത്. ചിലർക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. പക്ഷേ അതിന് ഈ ഒരു മൂവ് ഓൺ ചെയ്യാൻ അവർ തീരുമാനിച്ച് ഈ മൂവ് ഓൺ ചെയ്തതിന് ശേഷം അവർ ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് ഇതിലൊരു മാറ്റം വരുന്നതായിട്ടും ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടുമാണ് കാണുന്നത്. അതുപോലെ അവർ ഒരു എൻഡിങ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് പോയിട്ട് അവരൊരു മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവർക്ക് അതിന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 9 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിച്ചു മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അതായത് ഒരു ഈ റിലേഷൻഷിപ്പിലോട്ട് തിരിച്ചു വരാൻ എങ്ങനെ വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മുൻപൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നേരിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇനിയും ക്രിയേറ്റ് ആവുമോ എന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ പാരൻസ് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ഒരു ഭയം കാരണം അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഭയം കാരണം ഒരു പേടി അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ പേഴ്സൺ എല്ലാം നഷ്ടപ്പെട്ടു, അതായത് അവർ ഒരുപാട് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു എഫേർട്ടിനൊന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇട്ടതിന് ഒരു കാര്യവും അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റവും അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഈ റിലേഷൻഷിപ്പിൽ ഒരു സഹകരണമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർ ആയിരിക്കും ഇതിൽ ഒരുപാട് എഫേർട്ട് ഇടാതെ, നിങ്ങളായിരിക്കും എഫേർട്ട് ഇട്ടുണ്ടാവുക. പക്ഷേ അവരൊരു ഞാൻ ചെയ്തതിനൊരു കാര്യം ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർ ഓക്കെ ആണ്, പക്ഷെ നിങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നുള്ളത് ഒരു പറയുന്ന രീതി, നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാണിക്കുന്നത് എന്നാണ് കാണുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി, ഹെൽത്തി ഫാമിലി ആയിട്ട് നിങ്ങളുമായിട്ട് പോകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അതൊരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ നിന്നിട്ടുള്ളത്. അങ്ങനെ അവർ ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും
അതുപോലെ ഇനി തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഒരു പേടിച്ച് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെയൊരു 10 ഓഫ് പെന്റിക്കിൾസ് എനർജി, അതായത് ഒരു ഫാമിലി ലൈഫാണ് അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം അവർക്ക് വീണ്ടും വീണ്ടും വന്നിരിക്കും, അല്ലെങ്കിൽ അവരെ റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ തോട്ട്സിൽ വരുന്നതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങളേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴുള്ളത്. 8 ഓഫ് കപ്സ് ആണ്, ഒരു മൂവ് ഓൺ ചെയ്യുന്ന എനർജി തന്നെയാണ്. അവർ ഒരു മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടു പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൺസ് എനർജിയാണ്. പക്ഷേ ആ ഒരു മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതൊന്നും നടക്കാതെ അവർ തിരിച്ചു വരുന്ന സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ജേണി ആയിരുന്നു. ആദ്യം ഒരു ടവർ മൊമെന്റ് വന്നു, അതിനുശേഷം അവർ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ ഈ റിലേഷൻഷിപ്പിലോട്ട് തിരിച്ചു വന്നാൽ എന്തായിരിക്കും എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. അവർ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എഫേർട്ടിനൊന്നും ഒരു റിസൾട്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അവർ പക്ഷേ നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗ്രഹത്തിൽ നിന്നും അവർക്ക് വിട്ടുപോകാൻ വേണ്ടി സാധിക്കാതെ വന്നതുകൊണ്ട് അവർ ഈ ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതായത് ഇപ്പോഴും അവരുടെ എനർജി എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളേക്ക് തിരിച്ചു വരാനുള്ളൊരു ടെൻഡൻസിയാണ് അവർക്ക് ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാൺസ് എനർജി ആണ് വന്നിട്ടുള്ളത്. ഇതും കാണിക്കുന്നത് നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഏസ് ഓഫ് സോഡ്സും ഏസ് ഓഫ് വാൺസും ഒക്കെ കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയന്റെ സാധ്യതയാണ്, ഒരു ബ്ലെസ്സിങ്സ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് അതൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലോട്ട് വരിക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്, ഈ ഒരു എനർജിയിലോട്ട് വരിക, അതിന് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് ഒരു സക്സസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജ് കൂടി നോക്കാം നമുക്ക്. ഹോൾഡ് മീ എന്നാണ് പറയുന്നത്. അവർ തിരിച്ചു വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് പറയുന്നത്. സൈലൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ സൈലന്റ് ആയിട്ട് മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈലൻസ് എൻഡ് ആവുന്നു, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്പാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ അവർക്ക് മറ്റൊരു പേഴ്സണോട് തോന്നിയിട്ടില്ല. ഇതൊരു സോൾമേറ്റ് കാർഡ് ആണ്. ഇതൊരു സോൾമേറ്റ് മെസ്സേജ് ആണ് കാണിക്കുന്നത്. അത് നമുക്ക് എല്ലാവരോടും ഒരു സ്പാർക്ക് തോന്നില്ല. അതൊരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷനിൽ മാത്രമേ ആ ഒരു സ്പാർക്ക് തോന്നുള്ളൂ. ആ ഒരു സ്പാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇൻസെക്യൂർ ആണ് അവർ, നിങ്ങളിലേക്ക് തിരിച്ചു വരിക എങ്ങനെ എന്നുള്ള ഒരു ഇൻസെക്യൂർ ഫീലിങ്സ് അവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 ഓഫ് വാൺസ് എനർജി, ഈ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ആയിട്ട് അവർ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ബ്ലസ്ഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെയും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും കിട്ടിയതിൽ ബ്ലസ്ഡ് ആണ്. ഇത്രയും കാലം അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയി, നിങ്ങളെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയി, എങ്കിലും നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ അവർ ബ്ലസ്ഡ് ആണ്. അവർക്ക് നിങ്ങളെപ്പോലെ ഒരു പാർട്ട്ണറെ കിട്ടിയതിൽ അവർ ബ്ലസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. യെസ് കാർഡാണ് വന്നിട്ടുള്ളത്.
ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പോകരുത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിർത്താൻ വേണ്ടി നിങ്ങൾ പോകരുത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. ഈ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രെങ്തൻ ആവുന്ന ഒരു ടൈമാണ് എന്നാണ് പറയുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പീപ്പിൾസ് ഉണ്ട്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് പറയുന്നത് ഏഞ്ചൽസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എം, ലെറ്റർ എച്ച്, മൂലം, ലെറ്റർ എഫ്, പൂരം, 2001, ഡിസംബർ, അശ്വതി, 1986, ആയിരത്തി 1995, പുണർഥം, ലെറ്റർ എൻ, ലെറ്റർ ടി, ജൂൺ, 1988, മാർച്ച്, 2000, തൃക്കേട്ട, ലെറ്റർ ബി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.